ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കയ്പ്പൊക്കെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും കൂടി കഴിക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കറിയാണ് ഞാൻ ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ ഞാൻ 2 കയ്പ്പൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വട്ടത്തിൽ ഇതുപോലെ മുറിച്ചെടുക്കാം. അപ്പോൾ ഞാൻ 2 കയ്പ്പൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന് കുറച്ച് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്തിട്ട് നന്നായി ഒരു പേസ്റ്റ് പരുവത്തിലാക്കി എടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ കയ്പ്പക്ക നമ്മൾ മത്സ്യമൊക്കെ വറക്കാൻ ആക്കുന്നത് പോലെ തന്നെ ഇതിന് നന്നായി ഒന്ന് പുരട്ടി വെക്കാം. അപ്പോൾ മസാലയൊക്കെ നന്നായി പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ആണ് ഇതുപോലെ ചെയ്യുന്നത്. ഇനി നമുക്കിതൊരു അരമണിക്കൂർ സമയം ഒന്ന് അടച്ചു വെക്കാം. അതേ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ജീരകം, കടുക്, ഉലുവ, പിന്നെ വെളുത്തുള്ളി, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു സവാളയുടെ പകുതി ചെറുതായി മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ മസാലക്കറിക്കൊക്കെ വറക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി ഇതിൽ ഉലുവ ചേർക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അതിനുശേഷം കുറച്ച് തേങ്ങയും കൂടി ചേർത്തിട്ട് നല്ലൊരു ബ്രൗൺ കളറാകുന്നത് വരെ നമുക്ക് ഇതൊന്ന് മൂപ്പിച്ചെടുക്കണം. നമ്മുടെ തേങ്ങയുടെ പാകം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 സ്പൂണ് മല്ലിപ്പൊടി ചെറിയ സ്പൂണിനാണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈ സമയം നമുക്ക് കറിക്ക് വേണ്ടുന്ന ഞാൻ ചെറിയ ഉള്ളി ഒരു 15 ചെറിയ ഉള്ളി കഴുകി എടുത്തിട്ടുണ്ട്. അതൊന്ന് കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം. പിന്നെ ഒരു 5-6 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ 2 പച്ചമുളക് ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞു വെക്കാം. പിന്നെ ഒരു സവാള, ഒരു ചെറിയ സവാളയും കൂടി അരിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതിനു മുന്നേ നമുക്ക് നമ്മുടെ അരപ്പൊക്കെ പുരട്ടി വെച്ച കയ്പ്പൊക്കെ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അധികം എണ്ണയൊന്നും വേണ്ട, കുറച്ച് എണ്ണ മാത്രം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ കയ്പ്പൊക്കെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ഭാഗം മുരിഞ്ഞിട്ടുണ്ടാകും. അധികം ഡീപ്പ് ഫ്രൈ ആവണമെന്നില്ല, സാധാരണ കുറച്ച് മാത്രം ഫ്രൈ ആയാൽ മതി. അപ്പോൾ ഒരു ഭാഗമായാൽ മറുഭാഗവും തിരിച്ചിട്ട് കൊടുത്ത് നമ്മൾ സാധാരണ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ ആകുമ്പോൾ ഈ കയ്പ്പക്കയ്ക്ക് അധികം കയ്പ്പ് രസം ഉണ്ടാവില്ല, എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു കറിയുമാണ്. നമ്മുടെ കയ്പ്പക്ക റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ബാക്കി ഒരു പ്രാവശ്യം വറുത്തിട്ടായില്ല, അതുകൊണ്ട് ബാക്കിയും കൂടി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഒരല്പം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കുറച്ച് ഉലുവയിട്ട് പൊട്ടിക്കാം. അതിനുശേഷം കടുക് ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ രണ്ടും പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക്, പിന്നെ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കൊച്ചുള്ളി, ബാക്കിയുള്ള സവാളയും കൂടി ചേർത്തിട്ട് നമുക്കതൊന്ന് വഴറ്റിയെടുക്കണം. ഒരല്പം ഉപ്പും കൂടി ചേർത്താൽ വേഗം ഒന്ന് സോട്ടായി കിട്ടും. അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് നന്നായി മൂത്ത് വരുന്ന സമയത്ത് നമുക്ക്
ഒരു തക്കാളി, കുറച്ച് വലിയ തക്കാളിയാണ് ഞാൻ എടുത്തത്, തക്കാളി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മുടെ കൂട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ആവശ്യത്തിനുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ ഓൾറെഡി അരക്കാൻ വേണ്ടി വറുത്ത് വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് മല്ലിപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നില്ല. അടച്ച് വെച്ച് കുറച്ച് സമയം കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും നന്നായി വെന്ത് പാകമായിട്ടുണ്ട്. പിന്നെ കുറച്ച് വാളൻപുളി, ഒരു നെല്ലിക്ക വലിപ്പത്തിൽ വാളൻപുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ കറി ഒന്ന് കുറുകി എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഏകദേശം നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ആ സമയം നമ്മൾ വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മല്ലിയും കൂടി ചേർത്തത് കൊണ്ടാണ് വേഗം തന്നെ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടി ചേർത്തിട്ട് ഇതൊന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. കറി നന്നായി തിളക്കുന്നുണ്ട്. കുറച്ചുകൂടി ഗ്രേവി ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം വെല്ലം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഗ്രേവി ആവശ്യമുള്ളതുകൊണ്ട് തന്നെ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കറികൾ വെക്കുന്ന സമയത്ത് തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമുക്ക് ഇനി ഈ വറുത്ത കയ്പ്പക്ക കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ നമ്മുടെ കറി റെഡിയായി. ആദ്യം തന്നെ വറുത്ത് വെച്ചതുകൊണ്ട് ഇനി ഇതിൽ കിടന്ന് അധികം വേവേണ്ട ആവശ്യമില്ല. എന്നാലും ചെറുതായിട്ടൊന്ന് തിളച്ച് വരുവേ വേണ്ടു. അപ്പോഴേക്കും നമുക്ക് കുറച്ച് ചുവന്നുള്ളി കറിവേപ്പിലയും കൂടി ഞാൻ ഇതിന് വറവിടാൻ വേണ്ടിയിട്ട് ആക്കിയിട്ടുണ്ട്. ഇതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മളെ നല്ല സ്വാദിഷ്ടമായ കയ്പ്പക്ക കറി റെഡിയായിട്ടുണ്ട്. എല്ലാവരും തയ്യാറാക്കി നോക്കണം. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ കഴിക്കാം. താങ്ക് യു.